നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിവാഹം കഴിഞ്ഞതിന് ശേഷം വീട്ടിലിരുന്നു കൊള്ളണം. അതിന് എത്ര വിദ്യാഭ്യാസം ഉണ്ടായാലും ജോലിക്ക് പോകാതെ വീട്ടിലിരുന്ന ഭർത്താവിനെയും മക്കളെയും നോക്കിക്കൊള്ളണം. അങ്ങനെ തടങ്കലിൽപ്പെട്ട നിരവധി സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ അത് ഇഷ്ടത്തോടെ ചെയ്യുന്നവരും അനവധി ആളുകളുണ്ട്. അതായത് ജോലിക്കൊന്നും പോകാതെ സ്വന്തം മക്കളുടെയും ഭർത്താവിന്റെ കാര്യം മാത്രം നോക്കി ഞാൻ ഈ വീട്ടിൽ കഴിഞ്ഞോളാം എന്ന സ്വയമേ താല്പര്യം പ്രകടിപ്പിക്കുന്ന, അത്തരത്തിൽ അത് സന്തോഷിച്ച് ജീവിക്കുന്ന നിരവധി വനിതകൾ നമ്മുടെ നാട്ടിലുണ്ട്. അത്തരത്തിലൊരു അമ്മയായിരുന്നു, അല്ലെങ്കിൽ വീട്ടമ്മയായിരുന്നു കഴിഞ്ഞ ദിവസം 2 പെൺമക്കളുമായി ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ച ഷൈനി. ജോലി ചെയ്യാൻ ആവശ്യമായ വിദ്യാഭ്യാസ യോഗ്യതയുണ്ടായിട്ടും ജോലിക്ക് പോകാൻ സാധിക്കാതെ കുടുംബത്തെ നോക്കേണ്ടി വന്നതോടുകൂടിയാണ് കരിയർ ഗ്യാപ്പ് ഈ ഷൈനിക്ക് വന്നത്. പിന്നീട് ആവശ്യഘട്ടത്തിൽ ജോലിക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ അതിന് സാധിക്കാതെ വന്ന മക്കൾക്കൊപ്പം ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യവും ഉണ്ടായി. ഭർത്താവിന്റെ കുടുംബത്തിന് വേണ്ടി ജീവിച്ചവൾ ആയിട്ടും ഷൈനി കുടുംബ വഴക്കിന്റെ പേരിൽ വീട്ടിൽ അന്യയായി. ഭർത്താവിൽ നിന്നും വിവാഹമോചനത്തിന്റെ വഴിയിലായപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ അവർ പരിശ്രമിച്ചു. എന്നാൽ BSc നഴ്സിംഗ് ബിരുദം ഉണ്ടായിട്ടും 12 വർഷത്തെ കരിയർ ബ്രേക്കിന്റെ പേരിൽ അവർക്ക് പല ആശുപത്രികളും ജോലി നിഷേധിച്ചു. ഇതോടെയാണ് ആത്മഹത്യാ വഴിയിലേക്ക് അവർ നീങ്ങിയത്. മക്കളായ അലീന എന്ന 11 വയസ്സുകാരിയും ഇവാന എന്ന 10 വയസ്സുകാരിയുമാണ് ഒരുമിച്ചാണ് ഇവരോടൊപ്പം ഈ ട്രെയിനിന് തലവെച്ചത്. 12 ആശുപത്രികൾ ഷൈനി കയറിയിറങ്ങി, പക്ഷേ ജോലി നിഷേധിച്ചു. ഇതിന് ആശുപത്രികൾ മാനദണ്ഡമാക്കിയത് കരിയർ ബ്രേക്ക് തന്നെയായിരുന്നു. ഭർത്താവുമായി ഒരുമിച്ച് പോകാൻ കഴിയില്ല എന്ന ഘട്ടം വന്നതോടുകൂടി പെൺമക്കളെ നോക്കാൻ ജോലി തേടിയ ഷൈനിക്ക് മുന്നിൽ മറ്റു വഴികൾ ഇല്ലാതെയായി. അമ്മ മനസ്സിന്റെ ആദി കൂടിയതോടുകൂടിയാണ് മക്കൾക്കൊപ്പം ജീവനൊടുക്കിയത്. അതേസമയം ഷൈനിയും മക്കളും ജീവനൊടുക്കിയത് ഭർത്താവ് നോബി ലൂക്കോസ് ഇറാഖിലേക്ക് പോകുന്ന ദിവസമായിരുന്നു. അതേസമയം നാളെയാണ് മരിച്ചവരുടെ സംസ്കാരം നടക്കുക. നേരത്തെ ഷൈനിയുടെ തെള്ളകത്തെ ഇടവകയിൽ സംസ്കാരം നടത്തുമെന്നാണ് കരുതിയത്. എന്നാൽ ജീവിച്ചിരിക്കുന്ന ഏക മകന്റെ താല്പര്യം പറഞ്ഞ ഭർത്താവിന്റെ ഇടവകയിൽ സംസ്കാരം നടത്താനാണ് ഇപ്പോഴത്തെ ആലോചന. അതിനിടെ ഒരു നഴ്സിന് കരിയർ ഗ്യാപ്പ് എടുത്താൽ പിന്നീട് ജോലിയിൽ കയറാൻ ആവശ്യമായ വഴിയൊരുക്കേണ്ട കാര്യത്തെക്കുറിച്ച് UNA അടക്കം സമരരംഗത്ത് ഇറങ്ങണമെന്ന ആവശ്യവും ശക്തമാണ്. അതേസമയം ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യ കനാനായ കുടുംബത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. വിശ്വാസികൾക്കിടയിൽ അടക്കം രോക്ഷത്തിന് ഇത് കാരണമായിട്ടുമുണ്ട്. കുടുംബ വഴക്കും സാമ്പത്തിക പ്രതിസന്ധിയുമാണ് ഇവരെ ഒരുമിച്ച് ജീവനെടുക്കാൻ പ്രേരിപ്പിച്ചത് എന്നാണ് പുറത്തുവരുന്ന വിവരം. അമ്മയെയും സഹോദരിമാരെയും നഷ്ടമായതോടുകൂടി മൂത്ത മകനും ആകെ തകർന്ന അവസ്ഥയിലാണ്.